പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വോട്ടു ചോരി ആരോപണങ്ങൾക്കിടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടിയന്തര വാർത്താ സമ്മേളനം ഇന്ന് വൈകിട്ട് 3 മണിക്കാണ് പത്രസമ്മേളനം. രാഹുൽ ഗാന്ധിക്ക് കമ്മീഷൻ മറുപടി നൽകുമെന്നാണ് സൂചന. രാഷ്ട്രീയ പാർട്ടികൾ ഉചിതമായ സമയത്ത് പരാതികൾ ഉന്നയിക്കണമായിരുന്നുവെന്നും പിഴവ് ചൂണ്ടിക്കാണിച്ചാൽ തിരുത്താൻ കഴിയുമായിരുന്നുവെന്നും കമ്മീഷൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചെയ്യുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ, രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് ഇന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടിയന്തര വാർത്താ സമ്മേളനം നടക്കുകയാണ്. വൈകിട്ട് 3 മണിക്കാണ് സമ്മേളനം. രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ശക്തമായ ഒരു മറുപടി ഉണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. അതിൽ തീർച്ചയായും ദേശീയതലത്തിൽ ഇന്ന് വളരെ നിർണായകമായ 2 കാര്യങ്ങളാണുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനമാണ്. ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വോട്ട് ക്രമക്കേട് അടക്കമുള്ള ആരോപണം പ്രതിപക്ഷം അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളിൽ പ്രതിഷേധം എല്ലാത്തിലും ഒരു മറുപടി പറയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്നത്തെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഈ വോട്ട് ക്രമക്കേട് അല്ലെങ്കിൽ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണങ്ങളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു മറുപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ട് 3 മണിക്കാണ് നിർണായകമായ വാർത്താ സമ്മേളനം തീരുമാനിച്ചിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്കെല്ലാം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ നേരത്തെ ഇതുവരെ ഔദ്യോഗികമായൊരു മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഈ വിഷയങ്ങളിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയങ്ങളിൽ അതോടൊപ്പം തന്നെ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണി ഉന്നയിച്ച വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതിലെല്ലാം ഒരു മറുപടി ഇന്ന് ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ അതായത് വോട്ട് ക്രമക്കേട് ആരോപണം ഉന്നയിച്ചുകൊണ്ടുള്ള രാഹുൽ ഗാന്ധിയുടെ യാത്ര ഇന്ന് ആരംഭിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായി തന്നെയാണ് അത് കണ്ടുകൊണ്ട് തന്നെയാണ് ഒരു വാർത്താ സമ്മേളനം എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ തെളിവുകളെല്ലാം കയ്യിലുണ്ടെങ്കിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രതിജ്ഞാപത്രത്തിൽ ഒപ്പിട്ട് നൽകാത്തതെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചിരുന്നത്. ആ രീതിയിൽ ഒരു പ്രതികരണം മാത്രമാണ് അനൗദ്യോഗികമായി വന്നത്. എന്തായാലും ഔദ്യോഗികമായ ഒരു പ്രതികരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭാഗത്തു നിന്ന് ഇതുവരെ ഈ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടർ ക്രമക്കേട് അടക്കമുള്ള ആരോപണങ്ങളിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ടത്. എന്തായാലും ഇന്നത്തെ ഈ നിർണായകമായ ദിവസത്തിൽ ഈ വാർത്താ സമ്മേളനത്തിൽ ഇതിനെല്ലാം തന്നെ കൃത്യമായ മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഇന്ന് വളരെ നിർണായകമായൊരു യാത്രയ്ക്ക് കൂടി തുടക്കമിടുകയാണ്. അത് ബീഹാറിലാണ് യാത്ര. ബീഹാറിലാണ് ഈ വോട്ടർ പട്ടിക ക്രമക്കേട് ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ആദ്യം രംഗത്ത് വന്നത്. സമഗ്ര പരിഷ്കരണം വോട്ടർ പട്ടികയുടെ സമഗ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഉയരുന്നൊരു സാഹചര്യമെല്ലാം തന്നെ ഉണ്ട്. അത് ആ ഒരു ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധി ഒരു യാത്രയുമായി രംഗത്ത് എത്തിയിരിക്കുന്നത്. എന്തായാലും സസാറാമിൽ നിന്ന് തുടങ്ങി ആരയിൽ അവസാനിക്കുന്ന രീതിയിലാണ് 16 ദിവസത്തെ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ത്യയെ സംരക്ഷിക്കുക, ജനാധിപത്യത്തെയും ഭരണഘടനയും സംരക്ഷിക്കുക, ഒരാൾക്ക് ഒരു വോട്ടെന്ന വ്യവസ്ഥ ഉറപ്പാക്കുക എന്നിവയാണ് ഈ യാത്രയുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ 65 ലക്ഷത്തിലധികം ആളുകൾ ബീഹാറിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്നാണ് പ്രധാനമായും കോൺഗ്രസും രാഹുൽ ഗാന്ധിയും അടക്കം ഉന്നയിക്കുന്ന ഒരു കാര്യം. ബീഹാറിലെ 13 നഗരങ്ങളിലൂടെ കടന്ന് 1300 കിലോമീറ്ററാണ് ഈ യാത്ര നടക്കുക. എന്തായാലും കാൽനടയായും അതോടൊപ്പം തന്നെ വാഹനത്തിലുമാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 1 പട്നയിലെ ഗാന്ധി മൈതാനിയിൽ ഇന്ത്യ സഖ്യ മഹാറാലിയുടെ കൂടി ഈ യാത്ര സമാപിക്കും. ആ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കൂടാതെ രാഹുൽ ഗാന്ധി ഈ യാത്രയെ നയിക്കുമ്പോൾ RJD നേതാവ് തേജസ് യാദവും ഒപ്പമുണ്ടാകും. അതോടൊപ്പം തന്നെ ഈ വലിയൊരു പ്രതിഷേധം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോൾ ഇന്ത്യ സഖ്യവും രാഹുലിനൊപ്പം തന്നെ ഉണ്ട് എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും പ്രതിപക്ഷ സഖ്യം ഒന്നിച്ച് തന്നെ ഈ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപിച്ച് ഉള്ള പ്രതിഷേധങ്ങൾക്ക് ഒപ്പം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ പ്രതിപക്ഷം ഒന്നാകെ രാഹുൽ ഗാന്ധിക്കൊപ്പമുണ്ട് എന്നത് തന്നെയാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം. ഇന്ത്യ സഖ്യത്തിലെ പ്രധാന മുന്നണികളെല്ലാം തന്നെ ഒപ്പം ചേർത്തുകൊണ്ടാണ് ഈ രാഹുൽ ഗാന്ധി എന്നോടൊപ്പം തന്നെ കോൺഗ്രസും ഈ പ്രതിഷേധം മുന്നോട്ട് നയിക്കുന്നത് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തായാലും വോട്ട് കൊള്ളയും അതോടൊപ്പം തന്നെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ അനന്തരഫലവും രാജ്യത്തെ ഓരോ ജനങ്ങളിലേക്കും എത്തിക്കുക എന്നത് തന്നെയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. എന്തായാലും ഈ യാത്രയിലൂടെ വലിയ രീതിയിലുള്ള ഒരു കാര്യങ്ങളെല്ലാം തന്നെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നുണ്ട്. BJPക്കെതിരെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ
ശക്തമായ രീതിയിൽ തന്നെ ഒരു പ്രതിഷേധം നടത്തുക എന്നതും ലക്ഷ്യമിടുന്നുണ്ട്. എന്തായാലും ഈ ഇന്ത്യ സഖ്യം പ്രതിപക്ഷ മുന്നണിയെ ഒപ്പം ചേർത്തുകൊണ്ട് തന്നെ പ്രതിപക്ഷ സഖ്യത്തെ ഒപ്പം ചേർത്തുകൊണ്ട് തന്നെ വലിയൊരു പ്രതിഷേധം തന്നെയാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും നടത്താൻ ലക്ഷ്യമിടുന്നത്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മാസങ്ങൾ ബാക്കി നിൽക്കെ ഇത് ഗുണകരമാകുമെന്നൊരു പ്രതീക്ഷയും കോൺഗ്രസും ഇന്ത്യ മുന്നണിയും പ്രതീക്ഷ വെൽക്കുന്നുണ്ട് എന്നതും എടുത്തു പറഞ്ഞ കാര്യം തന്നെയാണ്. എന്തായാലും വളരെ നിർണായകമായ ദിവസം തന്നെയാണെന്ന്. ഇന്ന് രാഹുൽ ഗാന്ധിയുടെ യാത്ര ആരംഭിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി അടക്കം ഉന്നയിച്ച ആരോപണങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർണായകമായ വാർത്താ സമ്മേളനം ഇന്നുണ്ട്. അതിലെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു മറുപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആതിര. ശരി, ഉണ്ണികൃഷ്ണൻ. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണങ്ങൾക്കിടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടിയന്തര വാർത്താ സമ്മേളനം ഇന്ന് വൈകിട്ട് 3 മണിക്കാണ് വാർത്താ സമ്മേളനം. രാഹുൽ ഗാന്ധിക്ക് കമ്മീഷൻ മറുപടി നൽകുമെന്നാണ് സൂചന. രാഷ്ട്രീയ പാർട്ടികൾ ഉചിതമായ സമയത്ത് പരാതികൾ ഉന്നയിക്കണമായിരുന്നുവെന്നും പിഴവ് ചൂണ്ടിക്കാണിച്ചാൽ തിരുത്താൻ കഴിയുമായിരുന്നുവെന്നും കമ്മീഷൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു.